ഹായ്, അപ്പം നമ്മൾ ചോറ് വയ്ക്കുകയാണ് കേട്ടോ. വിറകടുപ്പിലാണ്. ഇതിൽ തന്നെയാണ് നമ്മൾ ദൃശ്യക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് ഗ്യാസ് അടുപ്പുണ്ട്. ഗ്യാസ് അടുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കുറ്റിയാണ് ഗ്യാസ്. ഞാൻ ഈ ഉത്സവ കച്ചവടങ്ങൾക്ക് പോകണ കാരണം എനിക്ക് ഈ ചെറിയ കുറ്റി, കപ്പലണ്ടി കച്ചവടത്തിനൊക്കെ പോകാനൊക്കെ ഈ ചെറിയ കുറ്റി കൊണ്ട് നടക്കാനാണ്. സ്കൂട്ടിയിലാണ് ഞാൻ കൊണ്ടുപോകുക. അപ്പം നമുക്ക് ചെറിയ കുറ്റി 2 ഉണ്ട്. ഇത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് 560 രൂപ 550 രൂപ അങ്ങനെ മാറിയിട്ട് വരാറുണ്ട് കേട്ടോ. 5 കിലോൻ്റെ കുറ്റിയാണ്. 2 ഉണ്ട്. ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം എടുത്തിട്ട് വരും. ഇപ്പോൾ പിന്നെ കച്ചവടം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതാണിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഒറ്റ അടുപ്പാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. ഭയങ്കര പ്രഷറുള്ള ഒരു അടുപ്പാണ് കേട്ടോ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര പ്രഷറിൽ വരുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ ഉത്സവപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ കപ്പലണ്ടി വറുക്കാനായാലും വല്ല ബജ്ജിയൊക്കെ വറുക്കാനായാലും പെട്ടെന്ന് തന്നെ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ തട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കച്ചവടം കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ദൃശ്യയുടെ കൂടെ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനും നമുക്ക് വീട്ടിൽ നിൽക്കാനും ഒരു ഗ്യാപ്പായി എന്നുള്ളതാണ്. അത് വർക്ക് ഉണ്ടായിട്ട് നമുക്ക് പോകാൻ പറ്റാത്തൊരു വിഷമമില്ല. കാരണം വർക്കില്ല, ഇപ്പോൾ സീസണില്ല. ഉത്സവങ്ങളൊക്കെ നമുക്കറിയാം. പെരുന്നാളുകളായാലും പൂരങ്ങളായാലും കാവടിയാട്ടങ്ങളായാലും അങ്ങനെ എല്ലാ പരിപാടികളും ഇപ്പോൾ ഒതുങ്ങിയിട്ടുള്ളൊരു ഓഫ് ടൈമാണ്. സീസൺ ഓഫായിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ നമ്മളിവിടെ വിറകടുപ്പിൽ ചോറ് വയ്ക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വിറകടുപ്പിൽ വെച്ചാലാണ് ശരിക്ക് വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് പ്ലാവിൻ്റെ ഇലയൊക്കെ ഇട്ട് തിളപ്പിച്ച് ഇവർക്ക് പ്രസവ ശുശ്രൂഷയ്ക്ക് കൃത്യമായ രീതിയിൽ വെള്ളം അങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്. വിറകടുപ്പിൽ വെച്ച് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഗ്യാസിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. വല്ല ജസ്റ്റ് ചായ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തന്നെ വൈകിട്ട് വല്ല കഞ്ഞിയൊക്കെ വെച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ ചൂടായിട്ടുള്ള സാധനങ്ങൾ എടുക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ഗ്യാസ് ഇപ്പോൾ ഉപയോഗിക്കണുള്ളൂ. പിന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇതാണ്ട പാത്രങ്ങളൊക്കെ എവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ടൊരു കാര്യം നമ്മൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അമ്മ മരണപ്പെട്ടിട്ട് ഇപ്പോൾ 10 വർഷം മേലേക്കായി. അപ്പോൾ ശരിക്കും പെറ്റമ്മയോളം ഒക്കില്ല പോറ്റമ്മ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അമ്മയില്ലാത്തതിൻ്റെ ഒരു ശരിക്കൊരു ഫീലുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണീനെ ഒന്ന് കുളിപ്പിക്കാനായാലും ഉണ്ണീനെ എടുക്കാനായാലും. ഇപ്പോൾ സപ്പോസ് ഇത് 2ാമത്തെ പ്രസവമാണ് ദൃശ്യയുടെ, 2ാമത്തെ മകളാണ്. അപ്പോൾ ആദ്യത്തെ പ്രസവത്തിൽ തന്നെ അവൾ ഉണ്ണീനെ കഴുകാനും കുളിപ്പിക്കാനൊക്കെ പഠിച്ചു. അതുകൊണ്ട് 2ാമത്തേലൊരു അവൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എങ്കിലും കൂടിയിട്ട് നമ്മൾ ആ പ്രസവം കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയമാകുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം പെട്ടെന്ന് തന്നെ ഉണ്ണീനെ എടുക്കാനും കുളിപ്പിക്കാനും അവളുടേതായ ശാരീരികമായിട്ടുള്ള ഒരു അസ്വസ്ഥതകളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു അമ്മ ഉണ്ടെങ്കിൽ, അതായത് എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ കാര്യം മരുമകളായിട്ട് തല്ലൂട്ടാണെങ്കിലും ഇനി സ്നേഹത്തിലാണെങ്കിലും തല്ലൂട്ടല്ലെങ്കിലും അമ്മായിമ്മ പോരാണെങ്കിലും കൂടിയിട്ട് ഞാൻ പറയണത്, അമ്മ ഉണ്ടെങ്കിൽ എൻ്റെ മകളാണെന്നുള്ള സ്നേഹത്തിൽ എൻ്റെ കുട്ടീനെ അമ്മ നല്ല രീതിയിൽ കുളിപ്പിക്കാനായാലും വൃത്തിയാക്കാനായാലും മറ്റുള്ള കാര്യങ്ങളൊന്ന് കരഞ്ഞാലും ഒന്ന് എടുക്കാനൊക്കെ. അപ്പോൾ അതില്ലാത്തതിൻ്റെ ഒരു കുറവ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഭക്ഷണം ഇപ്പോൾ നമുക്ക് പഴയ പോലെ അല്ല. ഇപ്പോൾ കടയിൽ പോയാലും നമുക്ക് ജസ്റ്റ് ഭക്ഷണം കിട്ടും. ദോശ ചപ്പാത്തിയൊക്കെ വില കുറവിന് ഇപ്പോൾ എല്ലാ കടകളിലും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടമല്ല. ഭക്ഷണത്തെക്കാൾ ഉപരി നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലും ചില കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ്. അമ്മയില്ലാത്തതിൻ്റെ ആ ഒരു കുറവ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഭക്ഷണം വയ്ക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ നമുക്ക് സന്തോഷമുള്ളൂ കേട്ടോ. കാരണം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, തന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു ഇതിൽ വരുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പറയാൻ ആരുമില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളറിയുമ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നതും, ഇനിയിപ്പോൾ തല്ലോട്ടാണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും സപ്പോർട്ട് ചെയ്യാണ്ടാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ നമുക്കൊന്ന് സംസാരിക്കാനൊക്കെ ഒരാളുണ്ടെന്നുള്ളത് തോന്നുന്നുള്ളതാണ്. അപ്പോൾ ഇനി ഞാനും ദൃശ്യം തമ്മിലുള്ള ഒരു വിവാഹം, അത് ലവ് മാരേജാണോ അറേഞ്ച്ഡാണോ എന്നുള്ളതൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും അത് ദൃശ്യനെ നിർത്തിക്കൊണ്ട് നമ്മുടെ അടുത്ത് നിർത്തിക്കൊണ്ട് നമ്മളൊരു നല്ലൊരു ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം അങ്ങനത്തെ അല്ലറ ചില്ലറ വിശേഷങ്ങളാണ്. ഇപ്പോൾ ചോറ് വയ്ക്കുകയാണ്. വിറക് നനഞ്ഞതുകൊണ്ട് തന്നെ വിറക് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ട് തീ കത്താനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ചോറ് വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം. കാലത്ത് ഇഡ്ഡലി സാമ്പാറും കൂടിയിട്ട് കഴിച്ചത്. നമ്മുടെ മാമൻ അമ്മായി നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. നമ്മുടെ തറവാട്, നമ്മുടെ മാമൻ്റെ തറവാട് നമ്മൾ കാണിച്ചു തന്നുള്ളത്. എൻ്റെ അമ്മ വീട്, എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ് മാമൻ. അപ്പോൾ മാമൻ്റെ ഭാര്യ കാലത്ത് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ പലഹാരമൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. ദോശയാണെങ്കിൽ ദോശ, ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി, അങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി കൊണ്ടുവന്നു, ഇന്നലെ ദോശയായിരുന്നു. അപ്പോൾ ഇഡ്ഡലി ഞങ്ങൾ കാലത്ത് ദിയമോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ ദിയമോൾക്ക് ഇഡ്ഡലി കൊടുത്തു. 2 ഇഡ്ഡലി അവൾ കഴിച്ചു. ദൃശ്യക്ക് ഒരു 3-4 ഇഡ്ഡലി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു 3-4 ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞു, സ്കൂളിൽ കൊണ്ടുവന്നാക്കി. ഇനി ചോറ് വയ്ക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇന്നലെ തന്നെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഞാൻ ഉണ്ണിയുടേതായ ചെറിയ അപ്പി തുണികളൊക്കെ ദൃശ്യം തന്നെ തിരുമ്പി. വലിയ ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെ വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ തന്നെ ചെയ്തു.
നല്ല ഗംഭീര മഴയാണ്. അമ്മയും കുഞ്ഞും ഇവിടെ ഉണ്ട് കേട്ടോ. അമ്മയും കുഞ്ഞും കൂടിയിട്ട് അമ്മ ഫോൺ ചെയ്യണം. ഒരു ഫാമിലി ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആളായിട്ട് സംസാരിക്കട്ടെ. ദൃശ്യ ഒരു ഹായ് കൊടുക്ക്. 28 ആയിട്ടില്ല ഫോണിലാട്ടോ. 28 ചോദിക്കാനേ. ഏറ്റവും മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അമ്മ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് അത് അമ്മ ഇല്ലാത്തവർക്ക് അത് മനസ്സിലാവൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളൂ. അമ്മയുണ്ടെങ്കിൽ അമ്മമാരൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ സ്നേഹിക്കുക. അവരില്ലാതെ ആകുമ്പോൾ ഉള്ള ആ ഒരു ഫീല്. നമ്മുടെ അമ്മ കിഡ്നി ഫെയിലായിട്ട് ഷുഗർ കൂടിയിട്ടാണ് മരണപ്പെട്ടത്. അതിലൂടെ അതൊരു വിധിയാണ്. നമുക്ക് അനുഭവിക്കാൻ അങ്ങനെയുള്ള യോഗം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു യോഗം നമ്മൾ അനുഭവിച്ചേ പറ്റൂ എന്നുള്ളത് നമ്മുടെ വിധിയാണത്. അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ എത്രയായാലും അച്ഛന്മാർക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധികളുണ്ട്. നമ്മുടെ അച്ഛൻ 2ാമത്തെ വിവാഹം കഴിച്ചു. ആൾ വേറെ തറവാട്ടിലാണ്. അവർ ചേലക്കര ഇളനാട് ഭാഗത്താണ്. അവരടിപൊളിയാണ്. നമ്മളെ വിളിക്കും, എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ച് അപ്പം തന്നെ ഓടി വരും. എങ്കിലും കൂടി അവർക്ക് വേറൊരു ലൈഫായാലും നമുക്ക് വളരെ സന്തോഷം. നമ്മൾ തന്നെയാണ്, ഞാനും എൻ്റെ അനിയനൊക്കെ കൂടി തന്നെയാണ് അച്ഛന് 2ാമത്തെ വിവാഹമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത്. അവരടിപൊളിയാണ്. നമുക്കെല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടാണ്. അപ്പോൾ ഞങ്ങൾ വേറെ സെപ്പറേറ്റ് താമസിക്കേണ്ടത് മാത്രം. തല്ലൂടി പിരിയനേക്കാൾ നല്ലതല്ലേ തല്ലൂടാതെ പിരിയുക എന്നുള്ളത്. പിരിയ മീൻസ് നമുക്ക് കുറച്ച് അകലാവുമ്പോൾ സ്നേഹം എപ്പോഴും കൂടും അല്ലേ? അങ്ങനെയാണ് എല്ലാ ലൈഫുകളിലുള്ളത്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ ഇനിയിപ്പോൾ ഉണ്ണിയുടെ 28 ആയി തുടങ്ങി. ആ വിശേഷങ്ങൾക്കൊക്കെ അവർ വരും. നമ്മുടെ ഈ കൊച്ചു വീട്ടിൽ സന്തോഷമായിട്ട് ചെറിയൊരു സദ്യയൊക്കെ വെച്ച് ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് കാരണന്മാരൊക്കെ മനസ്സിൽ വിചാരിച്ച് അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ണിക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പരിപാടികളൊക്കെ വയ്ക്കും. കാലം എന്ന് പറയുമ്പോൾ ശരിക്കും ഇത്ര നാൾ മഴ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ശരിക്കും മഴ കൃത്യമായിട്ട് മഴ പെയ്തു തുടങ്ങി എന്നുള്ളതാണ്. നല്ല ഗംഭീര മഴ. ഇന്ന് റെഡ് അലർട്ടാണോ ഓറഞ്ചാണോ പച്ച മാങ്ങയാണോ എന്താണെന്നറിയില്ല. എന്താണെങ്കിലും നല്ല മഴയാണ്. പുറത്തേക്ക് ഇറങ്ങേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഒന്ന് വെള്ളത്തിൽ പോവോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട കാര്യം. ഗംഭീര മഴ. ബിയുടെ സൈക്കിളാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് ചളിയൊക്കെ പോയി കൊണ്ടച്ചിട്ട് കൊണ്ടുവച്ചതാണ്. അപ്പോൾ അരി നമ്മൾ ഒരു 2.5 ഗ്ലാസ് അരിയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ 3 പേരായതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ മതി. പിന്നെ ഇവരെക്കാളും കൂടുതൽ ചോറുണ്ണ ഞാനായതുകൊണ്ട് തന്നെ അച്ഛന് ആരോഗ്യം വേണമല്ലോ കുട്ടികളെ നോക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല മാറ്റം വേടും. അപ്പോൾ കറികളുടെ കാര്യം പറയുകയാണെങ്കിൽ കറികളൊന്നും എനിക്ക് അങ്ങനെ ഒന്നും വയ്ക്കാറില്ല കേട്ടോ. ഉള്ളത് പറയാം, വെറുതെ തള്ളി മറിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചിക്കൻ കറി വയ്ക്കും, പിന്നെ കുറച്ച് മീൻ കറിയൊക്കെ വലിയ അലമ്പില്ലാതെ വയ്ക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ വെക്കണ കറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പും മുരിങ്ങയുടെ ഇലയും. അത് പിന്നെ ഇടയ്ക്ക് ഞാൻ തന്നെ അത് ചിലപ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കും. വേറെ കറി ഉണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിക്കും. എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തോന്നും ചിക്കൻ കറി മീൻ കറി വെക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഇനി എന്തിട്ട് കറിയാണ് ഉള്ളത് എന്ന്. പക്ഷേ ഈ കറികൾ വെക്കുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇതൊക്കെ നന്നാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കറികളുടെ കാര്യത്തിൽ നമ്മൾ ഇച്ചിരി ബാക്കായിരിക്കാം. കറിയൊക്കെ നമുക്കിപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ കറി കൊണ്ടുവന്ന് തരുന്നത് നമുക്ക് അമ്മായിയാണ് കേട്ടോ, മാമൻ്റെ ഭാര്യ. പിന്നെ നമ്മൾ പറയില്ലേ, അതായത് ലക്ഷറി ലൈഫായിട്ട് ജീവിക്കാം, അതുതന്നെയാണ് ഭംഗിയും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു സാധാരണയായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, സാധാരണക്കാരുടെ ഒരു ജീവിതം, ചിലവരത് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെയൊക്കെ ജീവിക്കുകയാണ്. സമാധാനം ഇങ്ങനത്തെ ജീവിതങ്ങളുണ്ടാവുക എന്നുള്ളതൊക്കെ പറയും. കറക്റ്റാണ്. ശരിക്കും ഇങ്ങനത്തെ ജീവിതങ്ങൾ തന്നെയാണ് സമാധാനം ഉണ്ടാവുക. ചെറിയ വീടാണെങ്കിലും വീടിൻ്റെ ആധാരമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും, ബാങ്കിലൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് ആഡംബരങ്ങളില്ല, കാറില്ല, ലക്ഷറി ആയിട്ടുള്ള വേറെ ലൈഫില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ 5 സെൻറ്റ് ആണെങ്കിലും 5 സെൻറ്റിൻ്റെ ആധാരം നമ്മുടെ വീട്ടിലുണ്ടാവും എന്നുള്ളതാണ്. ലോൺ എടുത്ത് അടയ്ക്കാനുള്ള പാകം നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലോൺ എടുക്കില്ല. അപ്പോൾ വലിയ കാര്യങ്ങളിലേക്ക് പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ചിലവർ പറയും ഇപ്പോൾ താൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഗൾഫിലുള്ളവരൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ച് പറയും കൊതിയാവാണ് നാട്ടിലേക്ക് വരാൻ. ഇവിടുത്തെ പ്രകൃതി ഭംഗി ഇങ്ങനത്തെ ലൈഫൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് എന്നൊക്കെ. സത്യത്തിൽ ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ എന്നൊക്കെ പറയണത് അത്ര വലിയ സുഖമൊന്നുമില്ല ഇതൊന്നും. എങ്കിലും കൂടിയിട്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് സുഖമാണേനും. അപ്പോൾ എന്തായാലും ഞാൻ ഭക്ഷണം വയ്ക്കട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു.